ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. സഅദുൽ അസ്വദ് സലമി റളിയല്ലാഹു അൻഹു കറുകറുത്തവനായ സഅദ് എന്ന പേരിന്റെ കൂടെ തന്നെ, പക്ഷേ സ്വഹാബി എന്ന നിലക്ക് കറുപ്പും വെളുപ്പും അവിടെ വ്യത്യാസമല്ല. സ്വഹാബി എന്ന നിലക്കുള്ളൊരു നൂറ് ലഭിച്ചാൽ ലോകത്ത് അതിനോളം വലിയ സ്ഥാനം ഒന്നുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവരായ മഹാനാണ്. കറുത്തവരായിക്കോട്ടെ, സ്വഹാബിയല്ലേ, ആ ഗ്രേഡിനേട് ഒക്കുന്നൊരു വിലായത്തും ഇല്ല, ഒരു പദവിയും ഇല്ല. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും 1-ാം നമ്പർ സ്ഥാനമുള്ളത് ഔലിയാക്കളാണ്. അവരിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വഹാബത്താണ്. സ്വഹാബത്ത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരൊക്കെ, അവർ കഴിഞ്ഞിട്ടല്ലേ പിൻതലമുറകളൊക്കെ, അവർക്കാണ് വലിയ പരിഗണന. ആ കൂട്ടത്തിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഒരുപാട് ആളുകളോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പലരും എന്നെ തിരിച്ചയച്ചതാണ്, ഇതുവരെ ശരിയായിട്ടില്ല. കാരണം എനിക്കൊരു രൂപഭാവമൊന്നും ചേലും കോലൊന്നും കാണാൻ മാത്രല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അംറു ബിൻ വഹബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകണം. നല്ല പണക്കാരനായ സ്വഹാബിയാണ്. അംറു ബിൻ വഹബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നല്ല സുന്ദരിയായ ബുദ്ധിമതിയായ ഒരു പെണ്ണുണ്ട്. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇണയാക്കി തരാൻ ഞാൻ പറഞ്ഞു എന്ന് പോയി പറയണം. അങ്ങനെ പോയി. അന്നൊരു പ്രതീക്ഷയുള്ള ദിവസമല്ലേ, ഇന്ന് ഏതായാലും കാര്യം നടക്കും. കുറേ നടക്കാത്താണ്, ഇന്ന് നടക്കും. അങ്ങനെ അവിടെ എത്തി. അപ്പൊ അംറു ബിൻ വഹബ് റളിയല്ലാഹുവിനോട് നബിതങ്ങൾ നേരത്തെ അന്വേഷിച്ചിട്ടൊന്നുമില്ല. നമ്മളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കില്ല, അതൊന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞാച്ചേ. അവിടെ എത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാനും ആയിട്ട് നബിതങ്ങൾ കണ്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചപ്പോ സഅദ് റളിയല്ലാഹു അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ അപ്പൊ അങ്ങനെ സംശയിച്ച് പിന്നെ അവിടെ കാണാൻ നിൽക്കണ്ടല്ലോ, ഇറങ്ങി. ആ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാച്ചാണ് കല്യാണ നിശ്ചയം തങ്ങൾ ഉറപ്പിച്ചിട്ട്. അപ്പൊ ആ സ്വഹാബി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന പെൺകുട്ടി ഉള്ളിൽ നിന്ന് ഈ സംസാരം കേട്ടിട്ട് സ്വഹാബി പോയപ്പോ വാപ്പാനടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പ ആരാ വന്നത്? അത് മോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഒരു സ്വഹാബിയാണ്. എന്തിനാ വന്നത്? മോൾക്ക് ഭർത്താവായിട്ട് വന്നാണ്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി ഇറങ്ങിയിട്ട് നിങ്ങൾ വഷളാകരുത്, വേഗം പോയിട്ട് അത് സമ്മതാക്കണം. ആ സ്വഹാബി വനിതന്റെ ഈമാനം നോക്ക് നിങ്ങൾ. വേഗം പോയിട്ട് സമ്മതാക്കണം. കാരണം എന്തേ? അള്ളാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം തീരുമാനിച്ചാൽ അതിലും മറികടക്കാൻ നമുക്ക് അധികാരമില്ല. അതാണ് അവരുടെ ഈമാൻ. ആ ഈമാനാണ് വലിയ ഈമാൻ. ആ പെൺകുട്ടി അംറു ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിലെത്തി. ഈ സങ്കടങ്ങനെ ബോധിപ്പിച്ചപ്പോ തൊട്ടു ഉടനെ തന്നെ അംറു ബിൻ വഹബ് റളിയല്ലാഹു അൻഹു എത്തി. നിങ്ങൾ എന്റെ സഅദിനെ മടക്കി അയച്ചു അല്ലേ? ഇല്ല നബിയേ, എനിക്ക് സമ്മതമാണ്. ഞാനത് അത്ര കരുതിയിട്ടില്ലായിരുന്നു. എനിക്ക് സമ്മതമാണ്, എന്റെ കുടുംബത്തിനും സമ്മതമാണ്. അങ്ങോട്ടിരിക്കൂ. സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി നിക്കാഹ് നടന്നു. സഅദ് റളിയല്ലാഹു അൻഹു മഹർ കൊടുക്കാനും കൂടി ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറ്റു സഹാബിമാരൊക്കെ കൂടി പിരിവെടുത്തിട്ട് മഹറിനുള്ളത് കൊടുത്തു. പിന്നെ കുറച്ചുകൂടി പിരിവ് നടത്തി കുറച്ചുകൂടി കാശ് കൊടുത്തു. വസ്ത്രങ്ങളൊക്കെ വാങ്ങണ്ടേ? സഅദുൽ അസ്വദ് സുലമി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അങ്ങാടിയിൽ പോയി. അന്ന് വൈകുന്നേരം ഭാര്യ വീട്ടിൽ വലിയ സൽക്കാരാണെന്ന്. അങ്ങോട്ട് പുതിയാപ്പിള ചെല്ലാനുള്ള ദിവസമാണ്. ഇതിപ്പോ ദുഹാ സമയത്ത് നിക്കാഹ് നടന്ന് ഉച്ച ആകുമ്പോഴേക്ക് അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നോക്കുകയാണ്. എവിടുന്നെങ്കിലും തുണികുപ്പായൊക്കെ വാങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ എത്തണ്ടേ? തുണികുപ്പായും അതുപോലെ തന്നെ ആവശ്യ വസ്തുക്കളൊക്കെ വാങ്ങാൻ വേണ്ടി ഓരോ കടയിലും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ അങ്ങാടിയിലൂടെ ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ പോകാം. അവരെ ഈമാൻ നോക്കണം, അവരുടെ ഈമാൻ നോക്കണം. നമ്മൾ അങ്ങാടിയിലൂടെ പോകുന്ന അനൗൺസ്മെന്റിൽ എന്താ പറയുന്നത്? യാ ഖൈലല്ലാഹി ഇർകബി ഇലൽ ജന്നതി അസ്രിഇ. അല്ലാഹുവിന്റെ കുതിരപ്പടയാളികളെ, പെട്ടെന്ന് ജൈത്രയാത്ര നടത്തൂ, സജീവമാകൂ, സ്വർഗത്തിലേക്ക് ഉളരി വരൂ. യുദ്ധത്തിലേക്കുള്ളൊരു വിളിയാളമാണത്. ഇങ്ങനൊരു അനൗൺസ്മെന്റ് നടന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആരാണ് വിളിച്ചു പറയുന്നത്? ഈ വിളിയാളം ആരെ ഭാഗത്തുനിന്ന് വന്നതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാഗത്തു നിന്നല്ലേ വിളിക്കുന്നത്. എന്നെയുമല്ലേ വിളിച്ചത്. സത്യത്തിൽ മഹാനവറുകൾ പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കണ്ടാൽ അങ്ങോട്ട് കയറ്റൂല. പക്ഷേ സഅദ് റളിയല്ലാഹുവിന്റെ ഈമാൻ, നബി തങ്ങളോടുള്ള ഹുബ്ബ്, അതിനെ വെല്ലുന്ന മറ്റൊന്നില്ലല്ലോ. അതിനെ മറികടക്കുന്നൊരു ശഹവത്തില്ല.
അതിനെ മറികടക്കുന്നൊരു താല്പര്യമില്ല, ഒരു ഇച്ഛയില്ല, ഒരു ശക്തിയില്ല. ഈ ഉടയാടകൾ വാങ്ങുന്നത് നിർത്തിയിട്ട് ഒരു പടക്കുതിര വാങ്ങി, ഒരു പടവാള് വാങ്ങി, പടയങ്കി വാങ്ങി, മറ്റുള്ളവരൊന്നും സ്വീകരിക്കാത്ത രൂപത്തിൽ ഒരു മുഖമൂടിയും വാങ്ങി. അതാ അസ്ർ നിസ്കരിച്ച ഉടനെ കടർക്കളത്തിലേക്ക് മഹാനവറുകൾ കുതിച്ചു. അവിടെ എത്തുമ്പോ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തു. യുദ്ധാവസാന നേരത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെ ഷഹീദായി ഇങ്ങനെ പരതി നോക്കുമ്പോ മുഖമൂടി ഇട്ടൊരാളെ കാണുന്നുണ്ട്. അതാരാണ് സ്വഹാബ? ഒന്ന് പോയി നോക്കൂ. മുഖമൂടി തുറന്നു നോക്കുമ്പോ അത് സഅദ് സലമി റളിയല്ലാഹു അൻഹു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്ന് ആ സ്വഹാബിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അന്നത്തെ വൈകുന്നേരത്തെ പുതിയാപ്പള സൽക്കാരത്തിന് കാത്തു നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു തീരുമാനം വന്നപ്പോ, സത്യത്തിൽ വിവാഹം കഴിച്ചവര് വരാൻ പാടില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ സമ്മതമില്ലാത്തവര് വരാൻ പാടില്ല, ബാപ്പക്ക് ഉമ്മക്ക് ഭാര്യക്ക് മക്കൾക്ക് അസുഖമുള്ളവർക്ക് വരേണ്ടതില്ല, ഒട്ടകം പ്രസവിക്കാനായി ശുശ്രൂഷിക്കാൻ ആളില്ലെങ്കിൽ വരേണ്ടതില്ല, ഒരുപാട് വിഷയങ്ങളിൽ ഒഴിവ് കഴിവുണ്ട്. എന്നാലും നബി തങ്ങളോടുള്ള ഹുബ്ബ് അതിനെ മറികടക്കുന്ന മറ്റൊന്നില്ല. തങ്ങളല്ലല്ലോ വിളിച്ചത്, വിളിക്കാനൊരു ദൂതനെ വിട്ട് വിളിച്ചപ്പോഴേക്ക് എത്രയാണ് അവരെ അംഗീകാരം. നബിതങ്ങളെ വാക്കിനവർ സമ്മതിച്ചത്. സ്വന്തം കാര്യത്തിൽ നിക്കാഹിന്റെ വിഷയത്തിൽ ആ പെൺകുട്ടിയെടുത്ത തീരുമാനവും അന്നത്തെ വൈകുന്നേരം അല്ലാഹ് ഹലാലാക്കിയ രൂപത്തിൽ ദുനിയാവിൽ വെച്ചൊരു സുഖം ആസ്വദിക്കാൻ പോകുന്നത് മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ദുനിയാവ് മുഴുവനും മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് അങ്ങ് നീങ്ങി. സ്വഹാബത്തിനെ വിളിച്ച് നബി തങ്ങൾ പറയുന്നു, സ്വഹാബ ഈ പടക്കുതിരയെടുത്തോളൂ, ഈ പടവാളും പടയങ്കിയും പടത്തൊപ്പിയും മുഖമൂടിയും എടുത്തിട്ട് വേഗം അംർ ഇബ്നു വഹ്ബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ ഇന്നത്തെ വൈകുന്നേരം ഈ പുതുമാരനെയും കാത്തൊരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട്. ഇതാ പെൺകുട്ടിക്കുള്ള അനന്തര സ്വത്താണെന്ന് പറയണം. കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ പറയണം, സവ്വജല്ലാഹു അഖാക്കും ഖൈറം മിൻ ഫതാതിക്കും, നിങ്ങളുടെ യുവതിയേക്കാൾ നല്ലൊരു പെണ്ണിനെ നിങ്ങളെ വീട്ടിലേക്ക് വരേണ്ട സഅദവർക്ക് അല്ലാഹ് മംഗല്യം ചേർത്തു കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളിൽപ്പെട്ടൊരു നാരിയെ അല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്.